നല്ല പവർ പാക്ഡ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളും വിശേഷങ്ങളും തമാശകളും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം ആര്യ ചേച്ചി. ഇനി മെലഡി റൗണ്ട് ആണ് വരാൻ പോകുന്നത്. സ്ഥിരമായി സാധകം ചെയ്യുന്ന ഒരാള് എത്തുകയാണ്. നമ്മൾ കണ്ടത് ഓർക്കുന്നില്ലേ? ഒരു ഇതിന്റെ അകത്ത് അതെ, അങ്ങനെ പഠിക്കുന്ന ഒരാള്, അങ്ങനെ അതിന്റെ ഉള്ളിൽ കിടന്ന് പഠിക്കുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ അനുഷ്കാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം അനുഷ്ക ഓൺ സ്റ്റേജ്. സാധകൊക്കെ എങ്ങനെ നടക്കുന്നു? മാറ്റിയോ? മാറ്റി. അതാണ് സാധകം. വെള്ളത്തിൽ കിടക്കാറില്ല. അനുഷ്ക, ഇതുവരെ വന്ന കോസ്റ്റ്യൂംസ് അല്ലേ, ആ ഒരു കാണാനുള്ള കാഴ്ചയല്ലേ, അതിൽ വളരെ വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. ഇന്നത്തെ ഡിസൈൻ ചെയ്താണോ? അപ്പൊ പാട്ട് ഏതാണ്? കാതോട് കാതോരം. സിനിമയുടെ പേരും അത് തന്നെ, കാതോട് കാതോരം. പാടിയിരിക്കുന്നത് ലതിക ടീച്ചർ. ലിറിക്സ് ONV കുറുപ്പ് സാർ. മ്യൂസിക് ഔസേ ബച്ചൻ സാർ. പിന്നെ ഇയർ 1985. നമ്മുടെ തന്നെ മ്യൂസിക്കൽ വൈഫ് എന്നുള്ള പരിപാടിയില്ലേ, അവിടെ ഞാൻ ഈ ഇടയ്ക്ക് കാണുമ്പോഴത്തേക്കും എല്ലാം എന്റെ പാട്ടുകൾ പലതും വരുന്നുണ്ട്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ഔസേപ്പച്ചൻ ചേട്ടന്റെ പാട്ട് ഏറ്റവും കൂടുതലാവുന്നത്. അത് ഗംഭീരമാണ്. ഔസേപ്പച്ചൻ ചേട്ടന്റെ പാട്ട് നമ്മൾ പാടി പഠിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു വലിയ ശക്തിയാണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്കെന്നാ തുടങ്ങിയേക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. La 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 la. Aha ha mandram. La 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 vishu pakshi pole.
വെരി നൈസ്, വെരി നൈസ്. അനുഷ്ക കുട്ടി നന്നായിരുന്നു, നല്ല സെലക്ഷൻ ആണ്, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. എനിക്ക് വളരെ 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 ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസ് ആണ്. അതാണ് ആദ്യം എടുത്ത് പറയേണ്ടത്. സാധകം ചെയ്യുന്നതിന്റെ ഗുണം വോയിസിലുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ബേസ് റേഞ്ച് വരുമ്പോഴത്തേക്കും സ്ട്രെയിൻ ഉണ്ട് വോയിസിന്, താഴത്തേക്ക് ഇങ്ങോട്ട് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഒന്ന് സ്റ്റഡി ആക്കണം. അല്ലാതെ ട്യൂണൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പാടുന്നുണ്ട് കേട്ടോ. ആ ഹമ്മിങ് പാടില്ലേ? കുറച്ച് ഹസ്കി ആയിട്ട് ആ ഹമ്മിങ് ഒന്ന് പാടാമോ? മന്ത്രം വരുമ്പോ സോഫ്റ്റ്. വിഷുപക്ഷി പോലെ കുറച്ചും കൂടി ഒന്ന് ലയിക്കാനുണ്ട് അതില് കേട്ടോ. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് തോന്നുന്നു ആക്ച്വലി ഒരു ഹാഫ് ഇത് കൂട്ടിയിരുന്നെങ്കിൽ കൂട്ടിയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നേനെ എന്ന് തോന്നി. കാരണം അനുഷ്കയുടെ വോയിസ് ഭയങ്കര രസമാണ്. അത് ആ മേളത്തെ ഫ്രീക്വൻസീസ് ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഇങ്ങനെ വരും, ഒരു വിരിഞ്ഞു വരും, കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. ഇനിയും അടിപൊളിയായിട്ട് പാട്ടുകൾ പാടാൻ പറ്റും. അപ്പൊ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള സെലക്ഷൻസ്, ഇപ്പൊ നല്ല പാട്ട് സെലക്ട് ചെയ്ത പോലെ അത് ഏത് റേഞ്ചിലാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയാക്കാം. അത്രേ ഉള്ളൂ. നല്ല കോസ്റ്റ്യൂം അമ്മയുടെ അടുത്ത് പറയണേ സ്പെഷ്യലായിട്ട്. ശരിടാ. ചേച്ചി അതിന് മുന്നേ ചേച്ചിയുടെ സഖാവിന്റെ പാട്ടില്ലേ, അതൊന്ന് പാടിത്തരും. അത് പാടിത്തരാം. എനിക്കത് ഭയങ്കര ഇഷ്ടം. ഞാൻ 7 വയസ്സുള്ളപ്പോ ചേച്ചിയുടെ പാട്ട് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു അനുഷ്ക കുട്ടി. കുറച്ച് പാടാട്ടോ. നാളെ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവി. കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവി. കൊല്ലം മുഴുക്കെ ജയിലിലാണോ? എന്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ. താഴെ നീ ഉണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും. നിന്റെ ചങ്കോ പിളർക്കുന്ന മുദ്രാവാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. നാളെ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവി. കൊല്ലം മുഴുക്കെ ജയിലിലാണോ? സൂപ്പർ. വെരി നൈസ്. എന്റെ കുഞ്ഞുമകളെ അനുഷ്കേ, ഒത്തിരി സ്നേഹം. എന്താണെന്നറിയാമോ, ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തത്. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ വീക്ക്നെസ്സസിനെ സ്ട്രെങ്സ് ആക്കി മാറ്റാൻ നമുക്ക് സാധിച്ചാൽ പതിയെ പതിയെ സാധിക്കുള്ളൂ. പക്ഷെ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പാത്തിലാണ്. അങ്ങനെ ഒരു കറക്റ്റ് പാത്തിലാണ് ഈ നമ്മുടെ കുഞ്ഞുമകൾ എന്ന് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആദ്യം വന്ന ആളും ഇപ്പൊ കാണുന്ന ആളും തമ്മിൽ ഒരു ബന്ധമില്ല എന്നർത്ഥം. അപ്പൊ ഡിറക്ഷൻ കറക്റ്റ് ആണ്, അതിൽ നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് പോയാൽ മതി. മനസ്സിലായോ? അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്, നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മിഡിൽ ഒക്ടേവിലും അതിന്റെ മേളിലോട്ടുള്ള റേഞ്ചുമാണ്. അപ്പൊ അത്തരം പാട്ടുകളുടെ സെലക്ഷൻ വരണം. ആ റേഞ്ചിലൊക്കെ ഇഷ്ടം പോലെ കളിക്കാവുന്ന പാട്ടുകൾ സെലക്ട് ചെയ്യണം. അവിടെയാണ് വിന്നർ ഉണ്ടാവുന്നത്. ഇപ്പൊ ഒറിജിനൽ പിച്ചിലാണോ പാടിയത് ആദ്യം? സി ആണ്. ശരിക്കും ഡിക്ക് പാടണം. അതെ, ഡിക്ക് പാടിയ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി എ പ്രോബ്ലം ഫോർ യു ടു ഗെറ്റ് ദ ടോപ്പ് ഒക്ടേവ്. ഡി എന്നിട്ട് ഞാൻ ഹൈ പിച്ച് പാടി. പാടി സ്ട്രെയിൻ ഉണ്ടോ? ചെറിയ പക്ഷെ പ്രാക്ടീസിൽ അത് മാറും. ശരിയായിട്ടും ഡിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും യു ആർ ടച്ചിങ് എ മേളിലത്തെ. ആ എ ഇത്രയും ഈസി ആയിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പൊ ഷുവർ സി ഷാർപ്പിന് പാടിയേ പറ്റുമെങ്കിൽ ഡിക്ക് പാടണം. പിന്നെ വേറൊരു ട്രിക്ക് ഞാൻ പറയാം, ചെറിയ ട്രിക്ക് ഇതിനകത്ത്. അതൊരു കോമ്പോസിഷണൽ ട്രിക്കാണ്.
അതായത് ഇപ്പം തരിരരി തരരരരേ. അത് നമ്മൾ ഇങ്ങനെ ഒരു അനോളജി നമുക്ക് കാണാം. അതായത് നമ്മൾ സ്റ്റെപ്പ് കയറണം. സ്റ്റെപ്പ് കയറി ഒരിടത്തെത്തി, അവിടെ നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പ് കയറി, പിന്നെയും സ്റ്റെപ്പ് കയറി, പിന്നെ താഴോട്ട് തിരിച്ചു വന്ന് ആദ്യത്തെ സ്റ്റെപ്പിന്റെ അവിടെ. അങ്ങനെ ഒന്ന് കണ്ടിട്ട് അതൊന്ന് പാടി നോക്കൂ. കുറുമൊഴി കുറുകി കുറുകിലി ഉണരും വരി സ്റ്റെപ്പ് നെൽക്കതിരിൻ കയറണം അവിടെ. വരി നെൽക്കതിരിൻ തിരയിൽ ആ. അറിയ പാൽമണികൾ കുറുകി നിൻമണിത സ്റ്റെപ്പ് കയറും. കുലകൾ വെയിലിൽ ഉലയേ ഇനി മേളിലോട്ട്. കുളിര് പേരിനിയ കുഴലുമോതി നീ കുറുമൊഴി ഇതിലേ വാ. അങ്ങനെ നമ്മൾ ഓരോ അനോളജി കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പാടാൻ പറ്റും. അപ്പൊ എവിടെയാണ് ഡൈനമിക് ആവേണ്ടത്, എവിടെയാണ് നമ്മൾ കുറച്ചും കൂടെ ഒരു പൊട്ടൻഷ്യൽ എനർജിയിൽ വർക്ക് ചെയ്യേണ്ടത്, എവിടെയാണ് ശരിക്കും കൈനറ്റിക് എനർജി കൊടുക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാം കൂടെ ആവുമ്പോഴാണ് പാട്ടാവുന്നത്. അങ്ങനെയാണ് ഔസേപ്പച്ചൻ ചേട്ടൻ ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. എ ബിഗ് സല്യൂട്ട് ടു ഔസേപ്പച്ചൻ ചേട്ടൻ ആൻഡ് ഓഫ് കോഴ്സ് ONV സർ ആൻഡ് ലതിക ചേച്ചി ആൻഡ് ഭരതൻ സാർ. മറക്കാൻ പറ്റുന്നില്ല. ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് യേശുദാസ് സാറിന്റെ 2 ഹിന്ദി സോങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. तेरी तस्वीर को सीने से लगा रखा है. അതുണ്ട്. कहाँ से आए बदरा खुलता जाए കജറാ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഇന്ന് അനുഷ്കിന് 96.75 on 100. Thank you, sir. അപ്പൊ അനുഷ്ക ഹാപ്പി അല്ലേ? ഇനിയും ഒരുപാട് നല്ല കോസ്റ്റ്യൂംസിന് വേണ്ടിയും നല്ല പാട്ടിന് വേണ്ടിയും ഞങ്ങൾ കാത്തിരിക്കുന്നു കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. Thank you, ചേച്ചി. All the best. Thank you. ബൈ Bye. ശുഭരാത്രി. Good night. ആര്യ ചേച്ചി, ഓ ഇനി നമുക്ക് കുറച്ചു നേരം നല്ലോണം അങ്ങ് എൻജോയ് ചെയ്യാനുള്ള സമയമാണ്. കാരണം ഡിബേറ്റ് റൗണ്ടില് നമുക്ക് കുറച്ച് വെറൈറ്റി പെർഫോമൻസുകളൊക്കെ ഇനി കാണാം അല്ലേ? അതെ. എല്ലാ സീസൺ വരുമ്പോഴും ഈ റൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കും. അതുപോലെ അങ്ങനെ കാത്തിരുന്ന ഡിബേറ്റ് റൗണ്ട് വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് ഡിബേറ്റ് റൗണ്ടിൽ പാടാനായിട്ട് എത്തുന്നു നമ്മുടെ സിദ്ധലക്ഷ്മി കുട്ടി ആൻഡ് പാർത്ഥിവ്. വെൽക്കം. കലപിലാതെ സംസാരിക്കുന്ന ഞാൻ, വാ തുറന്നാൽ ഒരു അക്ഷരം പോലും പറയാത്ത സിദ്ധലക്ഷ്മി, ഞങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങനെ ഡിബേറ്റ് പാടും? ശരിയാകത്തില്ല, ശരിയാകത്തേ ഇല്ല. എത്ര നേരമായി ഞാൻ നിന്നെ കാത്തു നിൽക്കുന്നത്? പാട്ട് പഠിക്കണ്ടേ? പഠിക്കണം. എന്നാ വാ. അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിലെ മാണിക്യച്ചിപ്പ് വിണ്ണിൻ മാണിക്യച്ചിപ്പ്. അതെ, നമ്മളിവിടെ പാട്ട് പഠിക്കാനല്ലേ വന്നേ? ആ, പഠിക്കടാ. അന്തിപ്പൊൻവട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ 2 hours later. സങ്കല്പ കേദാര ഭൂവിൽ വിളയുന്ന പൊൻകതിരൊക്കെയും പങ്കുവയ്ക്കാം. ക്ഷീണിച്ച് പാട്ട് നമുക്ക് നാളെ പഠിക്കാം. നമുക്ക് പോവാം. ഇത്ര സംസാരിച്ചാൽ മതിയോ? സംസാരവും അല്ല, നീയല്ലേ പറഞ്ഞ ഞാൻ അത്ര സംസാരിക്കില്ല. എങ്ങനെ ഡ്യൂറ്റ് പാടുന്നു? അത് ഞാൻ മൈൻഡ് വോയിസ് പറഞ്ഞതല്ലേ. നിന്റെ ഒരു മൈൻഡ് വോയിസ് കലവില എന്ന് പറഞ്ഞ ഞാനൊക്കെ കേട്ടു. നാളെ സമയത്ത് പാട്ട് പഠിക്കാൻ വന്നാണ്. മനസ്സിലായോ? ഇവിടെ സംസാരിക്കൂ. ഹായ്. ആ ഒരു ചേട്ടനും ചേച്ചി എത്തിയിട്ടുണ്ട്. ഡിബേറ്റ് സിംഗേഴ്സ് വരുന്നുണ്ട്. ഇതൊരു സൂപ്പർ കോമ്പിനേഷൻ ആണ്. എന്താണെന്ന് അറിയാമോ? എന്താ? ഒത്തിരി സംസാരിക്കുന്ന ആളും ഇത്തിരി സംസാരിക്കുന്ന ആളും. അതെ 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 അതെ. ഒരാള് കേൾക്കാൻ, ഒരാള് പറയാൻ. അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസ് സെഷൻ? ആദ്യം ഞാൻ ഇവളുടെ റൂമില് പോയപ്പോ അല്ല, അതിനെ ചോദിക്കട്ടെ, സിദ്ധു എങ്ങനെ ഇവനെ സഹിച്ചു? കുഴപ്പമില്ല, ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കൂലേ? കൊറേ കഴിയുമ്പോ തോന്നില്ലേ മിണ്ടാണ്ടിരിക്കുന്നൊക്കെ പറയാൻ തോന്നില്ലേ? അങ്ങനെ പറഞ്ഞ ചതിക്കല്ലേടി. എന്നിട്ട് റൂമിൽ പോയിട്ട് നീ റൂമിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ആദ്യം ഇവൾ എന്നോട് ഒന്നും മിണ്ടിയില്ല. പ്രാക്ടീസ് ചെയ്യുന്നു, പോകുന്നു. മെനഞ്ഞാന്ന് ഞാൻ പോയപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭയങ്കര കമ്പനി, മറ്റേ ഞങ്ങള് ജോളിയായി. അത് ശരി. അപ്പൊ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് രണ്ടുപേരും കൂടെ? ഞങ്ങള് അന്തിപ്പൊൻവട്ടം. ആഹാ. എടേ, നീ മാത്രല്ലേ സംസാരിക്കണം, സിദ്ധുവിന് സംസാരിക്കാൻ സംസാരിക്കാത്തെ
അവരവസരം കൊടുക്കുക സംസാരിക്കാൻ. സിദ്ധുക്കുട്ടി എന്നാ എന്തെങ്കിലും പറ. സിദ്ധുക്കുട്ടി പറ. എന്താ സിദ്ധുക്കുട്ടി rehearsal പറഞ്ഞോ. സമയത്ത് വേറെ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നടന്നത്? ആദ്യം അവ കണ്ടപ്പോ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. ഇല്ല. ആ. പാട്ടിന്റെ ഒരു കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. സംസാരിച്ചു. ആ. എന്നിട്ട് പിന്നെ നിങ്ങൾ മിണ്ടി കൂട്ടായോ? ഫ്രണ്ട്സ് ആയി അപ്പൊ പിന്നെ. ഞങ്ങള് ഓരോന്ന് എടുത്തിട്ട് കളിക്കാനൊക്കെ തുടങ്ങി. തുടങ്ങി. ഉവ്വ. ആ. അപ്പൊ ആ. സംസാരിച്ചു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആ. അല്ലേ? ആ. ഇപ്പൊ സിദ്ധലക്ഷ്മിക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നു സംസാരത്തിൽ. ആ, അതെ, അതെ, ഇവന്റെ കൂടെ കൂടിയിട്ടേ. അതെ അതെ അതെ. സിധു, അപ്പൊ ഏതാണ് പാട്ട്? അന്തിപ്പൊൻവട്ടം. താനാ തിന്തിന്താര 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 തനതാര തിന്തിന്താര തിന്തിന്താര താ. താനാ തിന്തിന്താര 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 തനതാര തിന്തിന്താര തിന്തിന്താര താ. ആ, അതല്ലേ? Yes. ഗംഭീരം. അതിന്റെ Details പറയൂ. details? ഇയർ 1989. ആ. സിനിമ വന്ദനം. നെക്സ്റ്റ്. ലിറിക്സ് ഒരു എംപററാണ്. ശിവു ചക്രവർത്തി ആ, സാർ. yes. ഓക്കെ. മ്യൂസിക് ഔസേപ്പച്ചൻ സാർ. ആ, ആസ്വദിച്ചു. സിംഗർ MG സാർ ഉം. ആൻഡ് സുജാത മാം. Yes, very good. ഓക്കെ. Very good. ആഹാ. അപ്പൊ രണ്ടുപേരും കൂടെ കലക്കണേ. ആ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗാഥ ഉണ്ണികൃഷ്ണനും തകർത്തിരിക്കും. തകർത്തിരിക്കും. ഇന്ന് നമ്മൾ നോക്കട്ടെ അതും all the രാധൻ best. ഉണ്ണികൃഷ്ണൻ തകർക്കുവോന്ന്. All the ഓക്കെ, best. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്. താങ്ക് യു സീനിയേഴ്സ്. ചെടികളുടെ ഇടയിൽ നിന്നും വലിച്ചെറിഞ്ഞ താക്കോൽ ഉണ്ണി കണ്ടെത്തിയിരുന്നെങ്കിൽ. മുറിയിലെത്തിയപ്പോൾ ഫോൺ വിളി നിലയ്ക്കാതിരുന്നെങ്കിൽ. കൃത്യം 8 മണിക്ക് ഗാഥയ്ക്ക് ഉണ്ണിയെ ഫോൺ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ. ഇങ്ങനെയൊക്കെ മോഹിക്കാതെ പ്രതീക്ഷിക്കാതെ വന്ദനം നമുക്ക് കണ്ടിരിക്കാൻ സാധിക്കുമോ? മക്കളെ സൂപ്പറായിട്ട് പാടി കേട്ടാ. എന്താണ് ഈ ഡ്യുവറ്റ് എന്ന് പറയുമ്പോൾ? രണ്ടുപേര് ചേർന്ന് പാടുന്ന പാട്ട്. അത് മാത്രമല്ല, 2 സോളോ അല്ല ഡ്യുവറ്റ്, അതാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ്? ഇറ്റ് ഈസ് 1 സോങ് ആൻഡ് 1 ഹാർട്ട് ആൻഡ് 1 സോൾ. 2 ഡിഫറെന്റ് അല്ല. മനസ്സിലായോ സിദ്ധു? അപ്പൊ എപ്പോഴും അങ്ങനെയാണ്, കൊടുക്കൽ വാങ്ങലാണ്. അങ്ങനെ വരുമ്പോഴാണ് അത് ഭയങ്കര സുന്ദരമാവുന്നത് കേട്ടോ. ആ ബിഗിനിങ്ങിൽ സിദ്ധു ആദ്യം തുടങ്ങിയത് എപ്പോഴും ഞാൻ പറയൂലേ, അതായത് നമ്മുടെ ശ്രുതി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ആദ്യത്തെ നോട്ട് പാടാനെന്ന്. അപ്പൊ അതൊന്ന് പാടി കേൾപ്പിക്കാം ഒന്നുകൂടെ. കറക്റ്റ്. ഇപ്പൊ കറക്റ്റായി. അതെന്തുകൊണ്ടാണ് നേരത്തെ ശ്രുതി അങ്ങനെ ശ്രദ്ധിച്ചില്ല, ആ ടെൻഷനിൽ. അതാണ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഡ്യുവറ്റ് പാടുമ്പോ ഒരാളും കൂടെ ഉണ്ടല്ലോ, അപ്പൊ ടെൻഷൻ വേണ്ട. കുട്ടുമണി എന്നൊക്കെ പറഞ്ഞ ചെറിയ ശക്തിയാണോ? ഭയങ്കര സംഭവല്ലേ? എടേ നീ എന്താ ഇങ്ങനെ ലേറ്റ് ആവുന്ന? അന്തി പൊൻവെട്ടം എന്ന് പറയുന്നത് വെട്ടം വരാൻ എടാ ലേറ്റ് ആനാലും ലേറ്റസ്റ്റ് ആക്കാൻ വരണം. തെരിയുമാ? സാറേ മലയാളത്തിൽ പറ സാറേ. മലയാളം എനിക്ക് അറിഞ്ഞൂടാ, അതിന്റെ തമിഴിലേ ഇത് കേട്ടിട്ടുള്ളൂ. മനസ്സിലായോ? ഞാൻ വിചാരിച്ചു എന്നോട് എന്തോ പറയുമായിരുന്നു. എനിക്കറിയോ ഡയലോഗ് ആയിരുന്നു. ഡയലോഗ് തന്നെ, സംശയമില്ലല്ലോ. ഡയലോഗ് തന്നെ, അത് മനസ്സിലാക്കാൻ വേണ്ടി. ആ അന്തി പൊൻവെട്ടം ഒന്ന് പാടിക്കൊടുത്തേ. ആ താളത്തിൽ പാടൂ. അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോ. അങ്ങനെ പാടുമ്പോ വന്ന് വിട്ടാച്ച് അപ്പൊ താൻ ലേറ്റസ്റ്റ് ആണോ? പിന്നെ തിരിയിട്ട് കൊളുത്തി അതാരാണ് പാടിയത്? ഏത് നോട്ടാണ്? തിരിയിട്ട്. കുട്ടുമണി അത് പോരട്ടെ, കുറച്ചുകൂടെ കുറുമ്പാണടാ. അതെ, അല്ലാതെ പറ്റത്തില്ല കേട്ടോ. ഇത് ഭയങ്കര പാവാ. ഇത്ര ഭയങ്കര സംസാരമായിട്ട് അവസാനം ഇത് ഡീസന്റ് ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവിനെ പോലെ ഉണ്ട് വേഷവും ഈ പാട്ടും ഒക്കെ. അപ്പൊ നീ ആയിട്ട് തന്നെ ഒന്ന് പാടിക്കേ. ഓക്കെ ഇപ്പൊ തിരിയിട്ട് കൊളുത്തി. അന്തിപ്പൊൻവട്ടം ലേറ്റ് ആയിട്ട് വരാൻ പാടില്ല, ഇത് ഇതുപോലെ പാടാൻ പാടില്ല എന്നൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, അപ്പൊ പൂനിലാവ് എങ്ങനെ പാടും സിദ്ധു? ശ്രുതി ചേരണം. അപ്പൊ എന്ത് സംഭവിക്കും? താനാ തിന്നിന്താര 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 തനനന തിന്നിന്താര 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 തനനന തിന്നിന്താര തിന്നിന്താര തിന്നിന്താര. അപ്പൊ അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലാണ്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അവിടെ സ്ലിപ്സ് വന്നിട്ടുണ്ട് രണ്ടുപേർക്കും ഇഷ്ടം പോലെ. യഥേഷ്ടം മത്സരിച്ചു. അപ്പൊ രണ്ടുപേരെ ശ്രദ്ധിക്കണം കേട്ടോ. ഫോക്കസ് വേണം. എന്ത് വേണം? ഫോക്കസ്. ബി ഫോക്കസ്ഡ്. ഓക്കെ, റൈറ്റ്. കുട്ടുമണിക്കുട്ട, എന്തോ ഇത്രയും ദിവസമായിട്ട് നീ എനിക്ക് ഒരു റോസ് പൂ തന്നോ ഇതുവരെ ആയിട്ട്? ഇത് ശരിക്കും കൊടുക്കണ്ടെന്നും വിചാരിച്ചിരുന്ന സാധനം ഗ്രീൻസൺ ചേട്ടൻ എന്നോട് പറഞ്ഞു കൊടുപ്പിച്ചത്. അവൻ വിചാരിച്ചു കൊടുക്കണ്ടെന്ന് വിചാരിച്ചതാ, നിർബന്ധിച്ചോണ്ട് അവൻ കൊടുത്തതാ. കണ്ട എന്റെ ഡ്രസ്സിനല്ലേ അത് മാച്ച്, ഓറഞ്ചും റെഡും. അതെങ്ങനെ തന്നെ? ഇതും അതും തമ്മിൽ ഒരു മാച്ചിങ്ങും ഇല്ല. അത് കുറച്ചും കൂടെ ലൈറ്റ് കളറാ. മധുചേട്ടാ ഇതല്ലേ ആക്ച്വലി മധുചേട്ടന് കൊടുക്കുന്ന. എനിക്കാണ് മാച്ച്. മധുവങ്കിളിനാ ഇത് മാച്ച്. അതുകൊണ്ട് ഈ പൂ ഞാൻ മധുവങ്കിളിന് തരുന്നു. ഒരാൾക്ക് കൊടുത്ത പൂ ഞാൻ വാങ്ങിക്കാറില്ല. നീ തന്നെ വെച്ചോ. പ്രോഗ്രാമിനും എല്ലാം യൂസ് ചെയ്യാം. അപ്പൊ ഡ്യുവറ്റ് സിംഗേഴ്സേ, എന്തോ ഈ പറഞ്ഞ പോലെ രണ്ടുപേർക്കും അവിടെ ഇവിടെയും സ്ലിപ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പാട്ട് മൊത്തത്തിൽ കേൾക്കാൻ ഒരു ആനച്ചന്തം ഉണ്ടായിരുന്നു. നിങ്ങൾ പാടുന്ന കാണാനും കേൾക്കാനൊക്കെ ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പല ഭാഗങ്ങളും വളരെ നന്നായിട്ട് പാടി. അനുപൽവി കഴിഞ്ഞിട്ട് വരുന്ന അന്തിപ്പൊൻവെട്ടം ദാറ്റ് വാസ് നോട്ട് ഓൺ പിച്ചിന് പുറത്തുപോയി, വൈഡായി. ഫീൽ ചെയ്തല്ലേ?
മൈക്ക് വല്ലാതെ അടുപ്പിച്ചു വെച്ചു മിസ്റ്റർ പാർത്ഥിവ്. ഓക്കെ അപ്പൊ അതിന്റെ ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞു. കുറഞ്ഞു. വാക്കുകളുടെ അക്ഷരങ്ങളുടെ ക്ലാരിറ്റി, വോയിസ് ഇങ്ങനെ ബൂം ചെയ്ത് നിന്നു. എങ്ങനെ നിന്നു? ബൂം ചെയ്തു. ഡിസ്റ്റോർട്ടഡ്. ഡിസ്റ്റോർട്ടഡ്. യെസ്. Wow. അപ്പൊ അതുകൊണ്ടാണ് മധുവങ്കൾ അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് അകത്തു മൈക്ക് അകത്തു ഞാൻ വിചാരിച്ചു കുറച്ച് പൊക്കി പിടിക്കാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കുറെ കൂടെ പൊക്കി പിടിക്കുന്നത്. അങ്ങനെയല്ല. ഞാൻ ദൂരെ വിചാരിച്ചു വെക്കാൻ പറഞ്ഞതാ. ഞാൻ വിചാരിച്ചു എന്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മൈക്ക് ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോണേ. ഓക്കെ, സാരില്ല. അപ്പൊ ഇനി മനസ്സിലായല്ലോ, കാര്യം പിടികിട്ടിയല്ലോ. ഇനി അടുത്ത പാട്ടിൽ അത് ശ്രദ്ധിക്കണം. ഇങ്ങനെ വെക്കാം. ആ, പിന്നെ അതുപോലെ തന്നെ എരുതിയിൽ ആ നോട്ട്. ആ ആരാ ആ പറഞ്ഞാരാ? ആ എവിടെ? വെരി ഗുഡ്. അത് കേൾക്കാൻ വേണ്ടി ചോദിച്ചതാ. ഇത് അപ്പോഴും അങ്ങനെ പാടാൻ പറ്റില്ല. അതെ. ഞാൻ അങ്ങനെ തന്നെയല്ലേ പാടിയ എപ്പോ എങ്ങനെ നേരത്തെ. നേരത്തെ അങ്ങനെ ഒന്നും ചുമ്മാ. ഇല്ലായിരുന്നു. ചുമ്മാ അതെ, ഞാൻ ഇവിടെ എഴുതി അത് സിദ്ധലക്ഷ്മി പാടിയ. ആ, അത് കുറച്ചും കൂടി ഫ്ലോയിൽ വരണം. ബെറ്റർ. ഇതെനിക്ക് പറയാനുള്ളൂ. കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. താങ്ക് യു സാർ. കുട്ടുമണിക്കുട്ട, എന്തോ സിദ്ധുക്കുട്ടി, your score is 96.5 out of 100. For both of you. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. രണ്ടുപേരും പോയി രണ്ടാളുടെയും അടുത്ത പാട്ടുകൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് വരണം. ആ, നല്ലോണം ആക്കണം കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ ബൈ. സീ യു. Bye guys. നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 തുടങ്ങിയിട്ട് ഇപ്പൊ ഇത്രയും ദിവസമായല്ലോ, ഇത്രയും എപ്പിസോഡുകളായി. എന്നിട്ട് നമ്മുടെ പ്രേക്ഷകരും പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് മിസ് ചെയ്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഒരുപാട് മിസ് ചെയ്ത് എന്തായിരിക്കും ഇവരെ കൊണ്ടുവരാത്തത്, ഇവരെന്തായിരിക്കും ഇല്ലാത്തത്, ഇനിയിപ്പോ ഈ സീസണിൽ ഇവർ വരാൻ ലേറ്റ് ആവോ, പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇവർ വരാത്തതെന്ന് ഒരുപാട് പ്രതീക്ഷിച്ച് ഞാനാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായി. അങ്ങനെ ഇരുന്ന ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടു. പക്ഷെ ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവരെ കുറച്ച് പേരെ ഇന്ന് കാണാൻ വേണ്ടിട്ട്. നമുക്ക് 7 പേരാണ് മൊത്തം നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസ് ഗ്യാങ്ങിലുള്ളത്. അതിലൊരു ജഗ ജില്ലയാണ് നമ്മളിപ്പോ വിളിക്കാൻ പോകുന്നത്. എറണാകുളം ആമ്പല്ലൂരുള്ള ഒരാളാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം നവനീത് കൃഷ്ണ ഓൺ സ്റ്റേജ്. ഹായ് ഗായ്സ്, എന്റെ അതൂട്ടിനെ പോലുണ്ട് ഇവരെ കാണാൻ. സുഖാണോടാ? സുഖം. ഇതെന്നെ നോക്കുന്നേ. എക്സൈറ്റ്മെന്റ്. പല്ലക്കാരെടുത്തോണ്ട് പോയി. പല്ലക്കാരെടുത്തോണ്ട് പോയി. പറിച്ചത് ആര് പറിച്ചത്? അച്ഛന്റെ അമ്മ. നിന്റെ അച്ഛന്റെ അമ്മ. അച്ഛന്റെ അമ്മ അതാണോ? അതാണോ അച്ഛമ്മയാണോ? അല്ല, അതെന്റെ അമ്മയുടെ അമ്മ. അമ്മ. ഓക്കേ. ആണോ? ഓക്കെ. വേദന എടുത്തോ പല്ല് പറിച്ചപ്പോ? ഭയങ്കര കരച്ചിലായിരുന്നു. ആണോ? അത് ശരി. എന്നിട്ട് ആ പല്ല് എന്ത് ചെയ്തു? പറിച്ച പല്ല് പറിച്ചിട്ട് പള്ളക്കളഞ്ഞു. അതിന്റെ ഇടയ്ക്ക് വേറൊരു പല്ല് ഇവിടെ വായിന്ന് മുളച്ചു വരും. അതെ. വായിന്റെ അകത്ത്. ഒരെണ്ണം കൂർത്ത പല്ലേട്ടാ. കൂർത്ത എന്റെ പല്ലുണ്ട്. ദൈവമേ, ഞാനൊന്നും കടിക്കില്ല കേട്ടോ. ഞാനൊരു പാവ ഒരു കൊച്ചു. നീലി എങ്ങാനും കടിച്ചോ? ആര്? കളിയങ്കാട്ട് നീലി അതൊന്നും പിടുത്തല്ല. അറിയില്ല. അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ലേ? രാത്രി സുഖമായിട്ട് ആരും കടിക്കാതെ ആരും കടിക്കാണ്ട് സുഖായിട്ട് ഉറങ്ങുക. ആണല്ലേ? ഈ പാവം കൊച്ചിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛ, അമ്മൂമ്മ. അപ്പൊ അച്ഛനമ്മയുടെ അച്ഛനമ്മ വേറെ വീട്ടില്, എന്റെ അനിയൻ വേറെ വീട്ടില്, പിന്നെ എന്റെ അപ്പൂപ്പൻ വേറെ വീട്ടില്, എന്റെ മാമൻ വേറെ വീട്ടില്. അതെന്താ എല്ലാരും വേറെ വേറെ വീട്ടില്? എത്ര വീടുണ്ട് ഇപ്പൊ? എല്ലാവർക്കും ഓരോ വീടോ? പിന്നെ എന്റെ ചേട്ടന് വേറെ വീട്, എന്റെ ചേച്ചിക്ക് വേറെ വീട്. കസിൻസിന്റെ കാര്യാട്ടോ പറയുന്നത്. കസിൻസിന്റെ കാര്യം. ഞാൻ വിചാരിക്കുന്നത് മൊത്തം എത്ര വീടുണ്ടെന്ന്. ഒരുപാട് വീട്, ഒരു പഞ്ചായത്ത് മുഴുവനുണ്ട്. അപ്പൂപ്പനൊരു വീട്, ഒരു അമ്മൂമ്മയ്ക്കൊരു വീട്, പഞ്ചായത്ത് അച്ഛമ്മയ്ക്കൊരു മൊത്തം വീട്. അതെ. ഞാൻ അമ്മയുടെ ചോദിക്കട്ടെ, ഏഷ്യനെറ്റിന്റെ സ്റ്റാർ സിംഗറിൽ ഒരു ഓഡിഷൻ പോയില്ലേ ഒരു കാലത്ത്? ഓഡീഷൻ അല്ലായിരുന്നു, 10th സ്റ്റേജ് വരെ ഉണ്ടായിരുന്നു. 10th സ്റ്റേജ് വരെ ഉണ്ടായിരുന്നു. ക്വാർട്ടർ ഫൈനൽ വരെ ഉണ്ടായിരുന്നു. അത് ശരി. അത് ഏത് സീസൺ ആയിരുന്നു? എനിക്ക് തോന്നുന്നു 2008 ആയിരുന്നു. ഞാൻ 10th ജസ്റ്റ് പാസ്സായ സമയമായിരുന്നു. അതില് വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന് മത്സരിക്കാൻ കൂടെ? അന്ന് ടൈറ്റിൽ വിന്നർ ആയിരുന്ന വിവേകാനന്ദൻ. വിവേകേട്ടന്റെ കൂടെ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ അമ്മ നല്ലൊരു പാട്ടുകാരിയാണ്. പാട്ടുകാരിയാണ്. അതെ. ചെറുതായിട്ടൊക്കെ. ഒരു രണ്ടുപേര് ഓക്കെ. പേരെന്തായിരുന്നു? ആരഭി. 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 രാഗത്തിന്റെ പേരാണ്.
അതെ. അപ്പൊ ഏത് പാട്ടാ പാടുന്നത്? സ്വാഗതം കൃഷ്ണ പാടട്ടെ. ആ. ആ വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു കൃഷ്ണം വന്ദേ ജഗദ്ഗുരു കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ആഹാ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. സവാഷ് ആഹാ, സൂപ്പർ സൂപ്പർ. സവാഷ്. സ്വാഗതം കൃഷ്ണ. കൃഷ്ണ അതാ പാടാ, പാടൂ. കൃഷ്ണ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ 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 കൃഷ്ണ. ആഹാ, വെരി നൈസ്, വെരി നൈസ്. അപ്പൊ അങ്ങനെ കൃഷ്ണൻ ഇവിടെ വന്ന് അതെ. ഇതാ അവിടെ നിക്കണ് കൃഷ്ണൻ. ആര്യ ചേച്ചിക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യട്ടെ. ആ, അതേത് പാട്ടാ? പെണ്ണേ നീ പറഞ്ഞ പോലെ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. ആദ്യമായിട്ടായിരിക്കും ഇത്രയും കുഞ്ഞി fan. സത്യം. ഒരു പോരട്ടെ, പോരട്ടെ. ഫാനിനെ കിട്ടിയല്ലോ. എടാ, ഇതൊക്കെ എപ്പോ പഠിച്ച്? എന്റെ അമ്മൂമ്മ അന്ന് ആ. TV കണ്ടിട്ട് അമ്മൂമ്മയ്ക്കും എനിക്കും ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ പഠിച്ചതാ. പഠിച്ചോ? ആഹാ, രണ്ടുപേരും പഠിച്ചോ? അപ്പൊ അമ്മൂമ്മയും പാടുമല്ലേ? അമ്മൂമ്മ ചെറുതായിട്ടേ പാടുള്ളൂ, പക്ഷെ അധികം ഒന്നും അറിയില്ല. അധികം ഒന്നും അറിയില്ല. ഓ. ഓക്കേ, അമ്മയുടെ പാട്ട്, അമ്മയുടെ പാട്ട് എങ്ങനെയുണ്ട്? അമ്മ ഗാനഭൂഷണാണോ? ആരാ? Yes. അമ്മൂമ്മ ഇങ്ങനെയൊക്കെ. അമ്മൂമ്മ ഗാനഭൂഷണോ അമ്മയാണോ ഗാനഭൂഷണോ? അമ്മൂമ്മ അമ്മൂമ്മ ഗാനഭൂഷണാണോ? ഗാനഭൂഷണാണോ? അത് ശരി, എനിക്ക് കൊള്ളാലോ. 120 പാട്ടെങ്ങാണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഓ, ആ, അത് ആര് ശരി. പഠിപ്പിച്ചിട്ടുണ്ട്? എന്നിട്ട് ഞാൻ സ്കൂളിൽ വരെ ഞാൻ റിയൽ ഷോ മാനായി. ആ, അത് ശരി, കൊള്ളാലോ. showman ആയി എന്റെ കൊച്ച്. ദൈവമേ, അമ്മയുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ അമ്മ പാടിയത് എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ മോനെ അമ്മ എന്ത് നന്നായിട്ട് പാടുന്ന ആളാ. ആണല്ലേ? പിന്നെ ആര്യ ചേച്ചിയുടെ പാട്ടൊന്നും പാടിയില്ലല്ലോ. അത് എന്റെ- പാടുന്ന പഠിക്ക്, പഠിക്ക്, കുഞ്ഞിനെ. പാടിക്ക പാടിക്കോ. ഡെഡിക്കേറ്റ് ചെയ്യാനല്ലേ? ആ, പാടി. അതെ, അതെ. അത് വേണം. ഓ, ഓർക്കസ്ട്ര. ഓർക്കസ്ട്ര വേണം. ഓർക്കസ്ട്ര പറ, എന്താ വേണ്ടതെന്ന് പറ. എനിക്ക് കീബോർഡ് ചേട്ടനെ മതി. മതിയോ? എല്ലാരും കീബോർഡ് കൂടെ ചേട്ടന് വേണം. മതിയോ? ബാക്കി ആരും ബാക്കിയല്ലേ? കീബോർഡും ഗിറ്റാറും. ആ, അത് മാത്രം മതി. ഗിറ്റാർ. അപ്പൊ താളം വേണ്ടേ? താളം വേണ്ട. കുറച്ച് പേര് റെസ്റ്റ് എടുക്കൂ. ഓക്കെ. കീബോർഡും ഗിറ്റാറും മാത്രമേ ബാക്കിയാവുള്ളേ. പെണ്ണേ നീ പറഞ്ഞ പോലെ. കീബോർഡ് ഉണ്ട്, കീബോർഡ് ഉണ്ട്. കീബോർഡ് വേണം. ആ, ശ്രുതി അവര് വായിക്കട്ടെ, അവരെത്തിരി സ്നേഹിക്ക്. ആ, പെണ്ണേ നീ പറഞ്ഞ പോലെ മെനഞ്ഞ മുടിയുടെ പിറകിൽ ചൂടാനിയൊരു പൂവും പതിരും ഇല്ല ഇല്ല നേരില്ല വിടമ്പെന്നില്ല വേദാന്ത പെരുവഴി പലതുണ്ടക്കാലത്തും ഇക്കാലത്തും
വരമ്പെന്നില്ല വേദാന്ത പെരുവഴി പലരുണ്ട കാലത്തും ഇക്കാലത്തും ഈ കാടേ കറുകറുത്ത കാടേ പുറത്തിയുടെ മനസ്സില്ല മനമതു പൂവായി പൂങ്കഥയായി പറപാടേ ഇതുപാടേ കുന്നിൻ മുകളിലെ പൂക്കാത്തൊരു വെയിലത്തിന്നു മഴയായും പടിയായി മാറും കഥ പാടേ മിടുക്കനാണല്ലോ. നീ എന്നെക്കാളും നന്നായി പാടും. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്. 1ാം ക്ലാസ്സില്. ഏത് സ്കൂളിലാ? ഭവൻസ് മുൻഷി സപാദർ ഓ, ഭവൻസ് മുൻഷി. ഓ ആ അതെവിടെ സ്ഥലം? തിരുവാങ്കുളം. ആ, തിരുവാങ്കുളത്ത് ഇവിടെ അടുത്താണല്ലോ അത്. ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഭയങ്കര ഇഷ്ടം. കളിക്കൂ. സ്കൂളിൽ നിന്ന് കളിച്ചിട്ടുള്ള പിടിക്ക് എത്ര ഗോൾ അടിച്ചിട്ടുണ്ട്? ഞാനൊരു 12 ഗോളം കണ്ടു. ഗോളിയാണോ? 12 ഗോൾ 12 അടിച്ചിട്ടുണ്ടോ? ഗോളോ? ഒറ്റയടിക്ക് മെസ്സിയാണോ? മെസ്സി. ആ ഗോളി ചായ കുടിക്കാൻ പോയിക്കായിരുന്നോ? ഒരാൾക്കും ഒരു എന്നെ പിടിക്കാൻ പറ്റില്ല. അതെങ്ങനെ കിക്ക് ചെയ്ത്? ഓ ഓ, അത് ശരി. ആഹാ. ഇപ്പൊ തൽക്കാലം കാലൊന്നും എടുത്ത് പൊക്കണ്ട. അതെ. മുണ്ടങ്ങാനും അഴിഞ്ഞു പോയാലേ. ആരാ ഇഷ്ടപ്പെട്ട കളിക്കുന്ന ആള്? 3 പേരുണ്ട്. ഒന്ന് റൊണാൾഡോ, റൊണാൾഡോ ഏത് റൊണാൾഡോ ഏത് കൺട്രിയാ? അർജന്റീന. അർജന്റീന ആണോ? റൊണാൾഡോ. ഇന്ന് അങ്ങ് ആ മെസ്സി. മെസ്സി ഏത് രാജ്യം? മെസ്സി ബ്രസീൽ. ബ്രസീൽ. ഏത് രാജ്യം? എംബാപ്പെ എവിടെയാ? അല്ല, അർജന്റീന. അർജന്റീന. റൊണാൾഡോയും എംബാപ്പെ അർജന്റീനയിലാണ് ഇപ്പൊ പിന്നെ കളിക്കുന്നത്. ഒരാളും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് കേട്ട അപ്പൊ തന്നെ നിങ്ങൾ കിടന്ന് ഞെട്ടും. അതാരാ? കിടന്ന് കിടന്ന് ഞെട്ടാ. നെയ്മർ ജെ. ഓ, പുള്ളി എവിടെന്നാ? ഏത് രാജ്യക്കാരനാ? നെയ്മർ ബ്രസീൽ. ബ്രസീൽ. ഭാഗ്യം. അതെ. അതാ അവൻ എന്റെ പറഞ്ഞത്. ഫുട്ബോൾ ടീമിന്റെ പേരാണ് ക്രിസ്ത്യാനിയോ. ക്രിസ്ത്യാനിയോ. ക്രിസ്ത്യാനിയോന്നോ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. അപ്പൊ നമുക്ക് ക്രിസ്ത്യാനിയോ ഏത് പാട്ടാ? അമ്പാടി തന്നിലൊരുണി. അതെങ്ങനെയാ പാട്ട്? അമ്പാടി തന്നിലോ. ആ, ശരി. ആ പാടല്ലേ? അവൻ ചോദിച്ചിട്ട് കേക്കാത്ത പെൻ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയോ? അറിയാം. എന്ന് പറഞ്ഞേ. പറഞ്ഞു തരുമോ? പാടിയത് പി മാധുരിയമ്മ. ഫിലിം ചെമ്പരത്തി. ആ. റിലിക്സ്. റിലിക്സ്. റിലിക്സ് ആ. വയലാർ രാമവർമ്മ സാർ. മ്യൂസിക് ദേവരാജ മാസ്റ്റർ. വെരി ഗുഡ്. മിടുക്കൻ. മിടുക്കനാട്ടോ. ഈ റിലിക്സ് എന്ന് പറഞ്ഞ എന്താ? റിലിക്സ് എന്ന് പറഞ്ഞ എഴുതല്. ആണല്ലേ? ഇതിലാണ് റിലിക്സ് അല്ലേ? റിലിക്സ് എന്നല്ല, റിലിക്സ്. ആദ്യം അധികം സ്ട്രെസ് കൊടുക്കരുത്, അധികം പവർ കൊടുക്കരുത്. അക്ഷരസ്ഫുടത ഇവിടെ ആ, അതെ, മെയിൻ ആണ്. ഓക്കെ, important ആണ്. റിലിക്സ് അതെ, അതെ. അങ്ങനെ റിലിക്സ് എന്നല്ല, റിലിക്സ്. റിലാക്സ് ചെയ്ത് പറഞ്ഞാൽ മതി അല്ലേ? തുടങ്ങാം. തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. അമ്പാടി തന്നിലൊരുണ്ണി
അതിന് ഒരു ചരണം എന്താ പാടാത്തെ? ഞാൻ പാടാൻ വേണ്ടി നിക്കുവായിരുന്നു. ഉണ്ണിക്ക് കളിക്കാൻ പാടാൻ വേണ്ടി നിക്കുവായിരുന്നു. അപ്പോഴേക്കും ഓർക്കസ്ട്ര നിർത്തി. എന്നാ പിന്നെ ഇതിന് 2 പ്രാവശ്യം ഉണ്ണിക്ക് മാറി വനമാല പാടിയേ. അറിയണ്ടേ ചേച്ചി? No problem. അത് പാടാൻ തോന്നുന്നുണ്ടോ? ആ ചരണം പാടണോ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്ന് ജസ്റ്റ് പാടിയ കേക്കട്ടെ. ഉണ്ണിക്ക് കളിക്കാൻ വൃന്ദാവനം, ഉണ്ണിക്ക് കുളിക്കാൻ യമുനാജലം, ഉണ്ണിക്ക് കളിക്കാൻ വൃന്ദാവനം, ഉണ്ണിക്ക് കുളിക്കാൻ യമുനാജലം, ഉണ്ണി കണ്ണു പൂജാർത്തൻ സഖിരാധ യദുകുലരാഗിണി പ്രിയരാധ ഉണ്ണീവാ ഉണർത്താൻ വാ കണ്ണനാമുണ്ണീവാ യെസ് കൊള്ളാം കൊള്ളാം. മാടി തന്നീലോരുണ്ണി അഞ്ജന കണ്ണനാമുണ്ണി ഉണ്ണിക്ക് നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്ക് മുളിയിൽ പീലിപ്പൂ യെസ് യെസ് കാലക്കി കാലക്കി. എല്ലാ വരികളും ഓർമ്മയുണ്ട് അപ്പൊ. ഗുഡ് ബോയ് ആയിരുന്നു. ഗുഡ് ബോയാ. ഇടയ്ക്കിടയ്ക്ക് അവിടെ അച്ഛനെ അമ്മ ആരൊക്കെ നോക്കണേ അവിടെ അമ്മേനെ പാടിക്കൊണ്ടിരിക്കുമ്പോ? അമ്മേനെ അമ്മേനല്ല അമ്മുമ്മേനെ. അമ്മുമ്മേനെ. അമ്മുമ്മയ്ക്ക് ചെറിയ പേടിയുണ്ട് ഞാൻ എന്തെങ്കിലും ആ, തെറ്റിക്കോ. വെറുതെ ഞാൻ കണ്ടു ആ മുഖത്തൊരു ഭീതി പേടിയൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി. അതെ. ഞാൻ നോക്കിയപ്പോ അമ്മയൊക്കെ ഇങ്ങനെ പിന്നെ വരിയൊക്കെ പാടാണ്ടായപ്പോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇല്ലേ ജഡ്ജസിനോട് ഒരു കംപ്ലൈന്റ് പറയാ. അയ്യോ എന്താ ജഡ്ജസ് അതാരാണ് ജഡ്ജസ്? ഈ രാകേഷ് അങ്കിൾ ആണെങ്കിൽ എനിക്ക് ചിക്കനും പൊറോട്ടയൊക്കെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റിച്ചു. വാങ്ങിച്ചു തന്നില്ല. രാകേഷ് എന്താ ഇങ്ങനെ? എന്താ രാകേഷേ? ചീപ്പ് രാകേഷ് ഏട്ടാ. എന്തൊക്കെ വേണം? പൊറോട്ട, ചിക്കൻ, പിന്നെ പാലും ബീഫും. അയ്യേ, എല്ലാം വേണം. ഇത്രയും സാധനങ്ങൾ ഒന്നിച്ചാ? പാല്, ബീഫ്, ചിക്കൻ, ഇതാണ് രാകേഷ് അങ്കിൾ ഇത്ര ലിസ്റ്റ്: പൊറോട്ട, ചിക്കൻ, ബീഫ്, പാല്. പാല് പാല്. മേടിച്ചു തരാം. പക്ഷെ അമ്മ പൊറോട്ടയും ചിക്കനും മാത്രം വാങ്ങിച്ചു തന്നു. പക്ഷെ ബീഫും പാലും. പാലും ആര് വാങ്ങിച്ചു? ആര് ആര് വാങ്ങിത്തരും? വാങ്ങിച്ചു ഇനി കൊടുക്കും? അത് ആര് വാങ്ങിത്തരും? അത് രാകേഷ് ഏട്ടൻ മേടിച്ചു തരാന്ന് പറയുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അനക്ക് വാങ്ങിച്ചു തന്നാലോ? എനിക്ക് തോന്നുന്നില്ല രാകേഷ് ഏട്ടനുള്ള ട്രസ്റ്റ് തോന്നുന്നില്ല. നഷ്ടപ്പെട്ടു. അമ്മ അച്ഛനെ വിളിച്ചോണ്ടിരുന്നത് പുട്ടാലു. പുട്ടാലു. പുട്ടാലുവാ. ആ അപ്പൊ അച്ഛനെ വിളിക്കും. പുട്ടാലോ അമ്മാവൻ, ഡാഗിനി അപ്പൊ കുട്ടൂസൻ, അച്ഛനെന്ത് വിളിക്കും? ലുട്ടാപ്പി പുട്ടാലോ അമ്മാവൻ. അച്ഛൻ ആരബി 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 തന്നെ അപ്പൊ ആരബി പുട്ടാലു. ചില സമയത്ത് തന്നെ അച്ഛൻ എന്താ വിളിക്കാറെന്നറിയോ? ആ. കടവാവൽ. അതെന്താ അങ്ങനെ? അച്ഛൻ പിന്നെ ഇടയ്ക്ക് എന്നെ കളിയാക്കാറുണ്ട് കിണ്ടലപാടി എന്ന് പറഞ്ഞു. കിണ്ടാല് പാടി. അത് കടവാവലിന് വിളിക്കാൻ എന്താ കാരണം? ഇങ്ങനെ വർത്താനം സ്നേഹം കൂടുമ്പോ ഓരോ പേര് വിളിക്കും. ആണോ? അതാണ്. അവന്റെ സ്വഭാവം വെച്ച് ഏകദേശം കറക്റ്റ്. ആണല്ലേ? ഞാൻ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ അച്ഛൻ എനിക്കിത് കേക്കണ്ട പ്ലീസ് അച്ഛൻ ഒന്ന് നിർത്തുവോന്ന്. ചില സമയത്ത് ഞാൻ ദേഷ്യത്തിൽ ചോദിക്കാറുണ്ട്, ചില സമയത്ത് ഞാൻ പാവമായിട്ട് ചോദിക്കാറുണ്ട്. ചോദിക്കാറുണ്ട്. ഓ, അല്ലേ? പാവമായിട്ട്. എങ്ങനെ ദേഷ്യത്തിൽ ചോദിക്കണേ? അച്ഛൻ ഒന്ന് നിർത്തുവോ, എനിക്ക് അത് കേക്കണ്ട. പാവമായിട്ട് പറയണ എങ്ങനെയാ? ഓ, ഇനി പാവായിട്ട്. അച്ഛ ഒന്ന് പറയണ കേക്കുവോ, ഒന്ന് ഇത് നിർത്തുവോ. ഓ, ഇങ്ങനെയാണല്ലേ? എത്ര പെട്ടെന്ന് രണ്ട് രീതി. expression change. രണ്ട് രീതി ഉണ്ടല്ലേ? രീതി. അതൊക്കെ സെലക്ട് ചെയ്ത് ആവശ്യത്തിന് എങ്ങനെ സെലക്ട് ചെയ്ത് ചോദിക്കും. ചോദിക്കും. യെസ്. ഓക്കെ ഓക്കെ. ഈ പാവംകുട്ടി കള്ളനാണോ കണ്ണനാണോ? ചില സമയത്ത് കള്ളനാവാറുണ്ട്, ചില സമയത്ത് പാവം കുട്ടിയാ. ആണോ? രണ്ടും ഉണ്ട്. ചില സമയത്ത് ഞാൻ വാശി പിടിച്ച് കരയാറുണ്ട്. അതും ഉണ്ട്. പണ്ടൊക്കെ അന്നെക്കാട്ടും കരച്ചില്ല. ആ. അന്ന് ഞാൻ ദേ ഇത്രേ ഉണ്ടായിരുന്നു, ഒരു കുടത്തിന്റെ അത്ര ദേ ഇത്രേ. അത്ര ഉണ്ടായുള്ളൂ? എന്റെ അച്ഛന് കയ്യിന്റെ അത്ര ഉണ്ടായിരുന്നു. അത്രയോ? ഒരു ചെറുത്. ആണോ? അതിനെ ഇങ്ങനെ എന്തോ ഒരു തുണിയിലാക്കിയിട്ട് ഇങ്ങനെ നിങ്ങൾ എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത്? അതൊരു തുണിയില് നേഴ്സ് പൊതിഞ്ഞ് അത് ഒരു നേഴ്സിനാ. നേഴ്സാണ് ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ ഓ, അല്ല, കുഞ്ഞിനെ പോലെ ആക്കി. അതെനിക്ക് മനസ്സിലായി. നവനീത് കൃഷ്ണൻ ഉണ്ടായപ്പോ നഴ്സ് ഇങ്ങനെ അച്ഛന്റെ കൊണ്ട് കൊടുത്തു. ഇങ്ങനെ. അതും ഒരു തുണിയിൽ പൊതിഞ്ഞ്. അതെ. ആ. അച്ഛൻ അമ്മേനോട് പറഞ്ഞ് എനിക്കൊരു കുഞ്ഞു വേണമെന്ന്. അപ്പൊ അമ്മ പറഞ്ഞ് നമുക്ക് ചോത്തനിക്കര അമ്പലത്തിൽ ചെന്ന് തൊഴാന്ന്. അങ്ങനെ അവര് തൊഴുതോണ്ടിരിക്കുക. അപ്പൊ ഒരു കൊച്ചു വന്ന് പെട്ടെന്ന് അച്ഛനെ അങ്കിളേന്ന് വിളിച്ചോണ്ട് വന്നു. അപ്പോഴേക്കും അമ്മ കിടന്ന് അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. ആ, എന്നിട്ട് എടുത്തോണ്ട് പിന്നെ അവസാനം ചോത്താനിക്കാരമ്മ അച്ഛനും അമ്മയ്ക്കും ഒരു അനുഗ്രഹം തന്നു. എന്നിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോ അമ്മയുടെ വയറ് വീർത്ത് ഒരു അങ്ങനെയാണ് നവനീത് കൃഷ്ണൻ ഉണ്ടായത് അല്ലേ? അങ്ങനെയാണ് ഞാൻ ഒരു കുടത്തിലുണ്ടായത്. ഓ, അത് ശരി. കുടത്തിലാണ് ഉണ്ടായത്. ഒരു കൊടുത്തില്ല ഒരു ചെറുമണി ഇങ്ങനെയൊക്കെ കാലാക്കുവേ.
ആണല്ലേ വയറ്റി കിടന്ന് നമ്മുടെ വയറ്റി ചവിട്ടുമായിരുന്നു. ചവിട്ടുമായിരുന്നു. കുടത്തിൽ കിടക്കുന്ന ആളെങ്ങനെ ചവിട്ടും? അമ്മ ചെറുമണിയായിരുന്നപ്പോ, അമ്മ കുഞ്ഞുവാവിയായിരുന്നപ്പോ ഞാൻ ഒരു ഉപ്പിന്റെ അത്ര ഉണ്ടായിരുന്നു. അമ്മ ചെറുതായിരുന്നപ്പോ ഉപ്പായിട്ട് അതെ, ഒരു ഉപ്പായിട്ട് ഓക്കെ. കുഞ്ഞുപ്പ്. പിന്നെ കൽക്കണ്ടായി, പിന്നെ ഒരു പഞ്ചസാരയുടെ കുപ്പിയായി. അവസാനം ഞാൻ കുറച്ചൊക്കെ ഇത്രയും വലുത് എന്റെ കയ്യിന്റെ അത്രയായി. അവസാനം ഒരു കുടമായി, പിന്നെ അവസാനം ഒരു മനുഷ്യന്റെ ഒരു രൂപമായി. എന്നിട്ട് കുടത്തിനുള്ളിൽ കയറി. അപ്പോഴേക്കും അമ്മയ്ക്ക് വയറുവേദന എടുത്ത് അച്ഛൻ ഹോസ്പിറ്റലിൽ പറഞ്ഞ് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് എന്നെ പുറത്തെടുത്ത്. അച്ഛനെ പക്ഷെ അച്ഛന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. എന്നിട്ട് അവസാനം ഇത് മൊത്തം ഒരു പ്രസവവാടി പോലെയായിരുന്നു. എന്നിട്ട് നെറ്റിയിലൊരു മുഴയുണ്ട്, രണ്ടെണ്ണം. ആണോ? അതെങ്ങനെ വന്നതാ നെറ്റിയിലെ മുഴ? അച്ഛനെ ഇങ്ങനെ വലിച്ചെടുത്തപ്പോ ഇവിടെ ഒരു രണ്ട് മുഴ. അങ്ങനെ പറ്റിയതാണ് രണ്ട് മുഴ. മീനുട്ടി, ബാക്കി കഥ പിന്നെ കേൾക്കാം. മതി 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 കുഞ്ഞെ. കണ്ണന്നാണോ വീട്ടിൽ വിളിക്കണേ? അല്ല, പിന്നെ നവനീതേ നവനീതേ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളത് വിശ്വസിക്കണം. ഞാന് വീട്ടിൽ ഇരുന്ന് ഈ ചാനല് കണ്ടോണ്ടിരിക്കുന്ന ആളാണ്. ആണോ? ആണോ? എന്നിട്ട് പല കുട്ടികളും ഇവിടെ വന്ന് പഠനം കേട്ടിട്ടുണ്ട്. ഇവിടെ MJ അങ്കിള് ഇങ്ങനെയൊക്കെ കാണിക്കണം. ഇങ്ങനെയൊക്കെ കാണിക്കാം. അപ്പൊ മധു അങ്കിൾ എന്ത് കാണിക്കും? മധു അങ്കിള് പാവം ഇങ്ങനെ വെറുതെ ഇങ്ങനെ. ചേച്ചിയാണെങ്കിൽ ഡാൻസ് കളിച്ചു. നിങ്ങള് ബ്രേക്ക് കിട്ടുമ്പോ ചായ കുടിക്കും. അതിനല്ലേ ഈ കപ്പൊക്കെ വെച്ചേക്കണം. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം. നമ്മുടെ നവനീത് കുട്ടന്റെ പാട്ട് കേട്ടതില്, ഇവിടെ വന്ന് പാടിയതില്, ഞങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിച്ചതിലെല്ലാം വളരെ വളരെ സന്തോഷമുണ്ട്. ഈ സംസാരം കേൾക്കാനും നല്ല രസമുണ്ട്. ഒരൊറ്റ സീക്രട്ട് ചോദിച്ചോട്ടെ, എങ്ങനെ ഇത്ര രസമായിട്ട് പാടണേ? എന്റെ അമ്മമ്മ കുറച്ചൊക്കെ രസമായിട്ട് പഠിപ്പിച്ചെന്നായിരുന്നു. ആണോ? പിന്നെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രസമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു പാടണം. ചില സമയത്തൊക്കെ ജഡ്ജസിനെ കണ്ടോണ്ട് ചിരിക്കണം, ചില സമയത്ത് ക്യാമറനോട് ചിരിക്കണം, പിന്നെ ചില സമയത്ത് ടോപ്പ് ബാൻഡിനോട് ചിരിക്കണം. ഇത് പറയുമ്പോ തന്നെ അമ്മമ്മ കാണിക്കുന്നു, ചൂണ്ടിക്കാണിക്കുന്നു ടോപ്പ് ബാൻഡ്. പാട്ടിനെ പറ്റി എന്തായിരുന്നു അഭിപ്രായം? പാട്ട് എന്ത് രസമായിട്ടാ പാടണേ നവനീത? എനിക്ക് പഠിപ്പിച്ചു തരുമോ പാട്ട്? വേണമെങ്കിൽ എന്റെ അമ്മൂമ്മേനോട് ചോദിച്ചാൽ മതി. എന്റെ വീട്ടിൽ വന്ന www.navneetham.com വീട്ടില് സ്വന്തം വെബ്സൈറ്റ് അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ടോ? അപ്പൊ എന്നെ ഗൂഗിൾ പേ ചെയ്യുക. ഗൂഗിൾ പേ ചെയ്യാം, ഓഡിയോ പേ ചെയ്യാം, എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് വീട്ടിന്റെ ഇങ്ങനെ നോക്ക് ചെയ്തിട്ട് കേറാം. കേറി നോക്കുമ്പോ അവിടെ ഒരു വലിയൊരു സ്മാർട്ട് TV പിന്നെ അവിടെ ഡൈനിങ് ടേബിൾ ഉണ്ടാവും. അതിന്റെ അപ്പുറത്ത് ഈ സ്മാർട്ട് ടിവിയുടെ അപ്പുറത്ത് ഒരു റൂം. ഹോം ടൂറും കഴിഞ്ഞു. അതാണ് എന്റെ റൂം. അവിടെ വരണം ഞാൻ. അവിടെയല്ല, അതിന്റെ അപ്പുറത്തെ റൂം. അമ്മൂമ്മയുടെ റൂമിന്റെ പേരാണ് പർപ്പിൾ റൂം. എന്റെ റൂമിന്റെ പേരാണ് ബ്ലൂ റൂം. പിന്നെ അമ്മയുടെ അച്ഛന്റെ റൂമിന്റെ പേരാണ് ഡാർക്ക് ബ്ലൂ റൂം. പിന്നെ നിങ്ങൾ ആ റൂമിൽ കിടന്നിട്ട് ബാക്കോട്ട് നോക്കിയാൽ മതി. അവിടെ കുറെ ഗോൾഡൻ പ്ലേറ്റ് ഇരിപ്പുണ്ടാവും. അവിടെ വെച്ചാണോ പാട്ട് പഠിപ്പിക്കുന്നത്? അല്ല, അതിന്റെ താഴത്തെ റൂം പർപ്പിൾ റൂമില്. അപ്പൊ ആ സ്ഥലത്തിന്റെ ഉള്ളിൽ കയറി അവിടെ ഒരു ബെഡ്റൂം ഉണ്ടാവും. ആ ബെഡിലാണ് നമ്മൾ വിഷയത്തിൽ നിന്ന് തെറ്റി മറന്നു കേട്ടോ. ഇതിപ്പോ എവിടേക്കാ പോണേ? അപ്പൊ പാട്ട് പഠിക്കണമെങ്കിൽ ഇത്രയും ദൂരമൊക്കെ വരണം വീട്ടിൽ കയറി. ഗൂഗിൾ പേ ചെയ്താലേ ഡോർ നോക്കുള്ളൂ. വീട്ടിൽ കയറണമെങ്കിൽ പൈസ കൊടുക്കണം. ജിപേ എത്ര രൂപയാണ്? ഇപ്പൊ ഒരു 12 രൂപ. 12 രൂപ മതി. കുറച്ച് മതി. അപ്പൊ സൂപ്പർ ആയിട്ട് പാടി കേട്ടാ. അതെ, മിടുക്കനായിട്ട് പാടി. അടിപൊളി പാട്ട്, നന്നായിട്ട് പാടി. ഓക്കെ, അപ്പൊ ടാറ്റ. പിന്നെ കേൾക്കാം ബാക്കി കഥ. അപ്പൊ മാർക്ക് എവിടെ? നിങ്ങൾക്ക് മാർക്കില്ല. ലിറ്റിൽ ഏഞ്ചൽ മധുരമഴയുണ്ടോ? ഗോൾഡൻ സ്റ്റാർ പൂക്കുറ്റി കിട്ടില്ലേ? ഗോൾഡൻ സ്റ്റാർ പൂക്കുറ്റിയല്ല, ഇത്തവണ നമ്മളൊരു പുതിയ സാധനം തരാമോ? ചെയ്യട്ടെ, ഒരു ലിറ്റിൽ ഏഞ്ചൽ മധുരമഴ. എഴുതിയോരേ
ടാറ്റ പറഞ്ഞിട്ട് പോടാ. ടാറ്റ. അവിടെ 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 ടാറ്റ പറ. ബൈ. MJ ഞങ്ങൾ ഇനി എത്താൻ പോകുന്നത് ലോകമെമ്പാടും ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരാളാണ് വരാൻ പോകുന്നത്. ആൾക്കാർക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ വരെ ഉണ്ട് ഇപ്പൊ വരാൻ പോകുന്ന ആളുടെ. ആരുവാ? വേറെ ആരുമല്ല, നമ്മുടെ കുഞ്ഞാറ്റയാണ്. ആണോ? ഓ, അത് ശരി. വെൽക്കം കുഞ്ഞാറ്റ ഓൺ സ്ക്രീൻ. ജനഹൃദയങ്ങൾ കീഴടക്കിയ അതെ അതെ അതെ. നമ്മുടെ കുഞ്ഞാറ്റ. ഹലോ ഹലോ. ഹായ്. നമ്മുടെ കുഞ്ഞാറ്റയല്ലേ? അതെ ഡെഡിക്കേഷൻ റൗണ്ട് അല്ലേ? അതെ, ആർക്കാണ്? അതെന്റെ രണ്ടപ്പൂപ്പന്മാർക്ക് വേണ്ടിയിട്ടാണ്. ആഹാ. എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒന്ന് എൻ്റെ അച്ഛൻ്റെ അച്ഛനും ഉം. പിന്നെ എൻ്റെ അമ്മയുടെ അച്ഛനും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യണത്. ആഹാ. അപ്പോൾ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, പാട്ട് പാടി തന്നിട്ടുണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉം. അപ്പോൾ അവരിപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല, മരിച്ചുപോയി. അപ്പോൾ പിന്നെ എൻ്റെ അമ്മയുടെ അച്ഛൻ പാട്ടൊക്കെ പാടുമായിരുന്നു, നല്ലൊരു പാട്ടുകാരനായിരുന്നു. ഉം. സംഗീതമൊന്നും പഠിച്ചിട്ടില്ല, എന്നാലും പാടുമായിരുന്നു. പാട്ടുകാരൻ ശശി എന്നാണ് എഴുപന്നയിൽ അറിയപ്പെടുന്നത്. ആഹാ. അപ്പോൾ ദലീമ മാഡത്തിൻ്റെ ഒക്കെ ഒപ്പം മത്സരത്തിന് പോയി പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അപ്പൊക്ക് സിനിമാ പാട്ട് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഉം ഉം. കൂലിപ്പണിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ തിയേറ്ററിന്റെ പുറത്തു പോയി നിൽക്കും. അകത്ത് കയറാനായിട്ട് അധികം പൈസ ഡയലോഗൊക്കെ കേൾക്കും അല്ലേ? ഡയലോഗ് എല്ലാം കേൾക്കും. പാട്ടുകളും. ഉം. അപ്പൊ പാട്ട് വരാൻ വേണ്ടിട്ട് അപ്പ അങ്ങനെ കാത്തു നിൽക്കും. അങ്ങനെ ആ പാട്ട് വന്നിട്ട് അപ്പ പഠിച്ചെടുക്കും. പാട്ടുകാരൻ ശശി എന്നല്ലേ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്? അതെ സാർ. ആ ആലപ്പുഴ ആകാശവാണിയിൽ അദ്ദേഹത്തിന് ഓഡിഷനിൽ വിളിച്ചിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല ആ സമയം, പറ്റിയില്ല. അല്ലേ? ആ. അതുകൊണ്ടാണ് ഇപ്പൊ പാട്ടുകാരി കുഞ്ഞാറ്റ ഇവിടെ നിൽക്കണേ. അതെ സാർ. അവിടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഈ ഇങ്ങനത്തെ ഒരു ഫ്ലോറിൽ കയറണം എന്ന്, ഞാൻ വലിയ പാട്ടുകാരി ആവണം എന്ന്. ഇത് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് പാടാൻ പോണേന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഏത് പാട്ടാണ്? കണ്ണും നട്ട് കാത്തിരുന്നിട്ടും. ആഹാ. അപ്പടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. കുഞ്ഞാറ്റയ്ക്ക് ഒരുപാട് പാടി തന്നിട്ടുണ്ട് ഈ പാട്ട്. കൊറേ പ്രാവശ്യം പാടി അങ്ങനെയാണ് തന്നിട്ടുണ്ട്. കുഞ്ഞാറ്റയ്ക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടുന്നത്, അതെ. അല്ലേ? അപ്പ പാടിത്തന്ന കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി, ഉം. കണ്ണെന്നിട്ട് കാത്തിരുന്നിട്ടും. അപ്പോഴാണ് ഞാൻ ഈ റിയൽ പാട്ട് കേൾക്കണത്. ഇപ്പോ ഇതിന്റെ ഡീറ്റെയിൽസ് പറയൂ. ഫിലിം കഥാവശേഷൻ, ഉം. വർഷം 2004, ഉം. മ്യൂസിക് MJ ചന്ദ്രൻ സാർ, മധുബാലകൃഷ്ണൻ. പറഞ്ഞു പറഞ്ഞപ്പോ എന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ ആക്കൂ ഇപ്പൊ. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്, പാടിയത് വിദ്യാസാഗർ സാറും വിദ്യാസാഗർ സാർ. വിദ്യാധരൻ സോറി വിദ്യാധരൻ സാറും PJ ചന്ദ്രൻ സാറും. തീർച്ചയായിട്ടും ഈ സിനിമ TV ചന്ദ്രൻ സാറിനെയാണ് ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഡയറക്ടറാണ്, ഒരു ഗ്രേറ്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തിന് വലിയൊരു നമസ്കാരം ഫ്രം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ സാർ. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ കട്ടെടുത്തതാരാണ്? പൊന്നു കൊണ്ടു വേലി കെട്ടിയിട്ടും എൻ്റെ കൽക്കണ്ട കിനാവു പാടം കൊയ്തെടുത്തതാരാണ്? ഓ കൊയ്തെടുത്തതാരാണ്?
നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ കട്ടെടുത്തതാരാണ്? കിളിച്ചുണ്ടൻ മാവിൽ കണ്ണെറിഞ്ഞു ഞാൻ കനിയൊന്നു വീഴ്ത്തി ഒളിച്ചു വെച്ചു. നീയതു കാണാതെ കാറ്റിൻ്റെ മറവിലൂടെ കരയ്ക്കെങ്ങോ തുഴഞ്ഞു പോയി. കടവത്ത് ഞാൻ മാത്രമായി കണ്ണു നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? പൊന്നു കൊണ്ടു വേലി കെട്ടിയിട്ടും എൻ്റെ കൽക്കണ്ട കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്? വെരി നൈസ് മോളെ. നമ്മുടെ കുഞ്ഞാറ്റയുടെ പാട്ടിനെ പറ്റി പറയുന്നതിന് മുമ്പേ എനിക്ക് വളരെയധികം ഹൃദ്യമായിട്ട് തോന്നിയിട്ടുള്ളത് രണ്ട് വലിയ കലാകാരന്മാർ ഇവിടെ ഇരിക്കുന്ന. ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഇതിൻ്റെ ഓരോ തബല ടേക്കുകളും അങ്ങനെ നിശ്ചയിച്ച് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അത് ആനന്ദ്ജിയും മുരളിജിയും ഒരു വലിയ സെല്ല്. കുഞ്ഞാറ്റെ, എന്തോ? ഞാൻ കുഞ്ഞാറ്റയുടെ ഫാനാണ് കേട്ടോ. താങ്ക് യു സർ. ഇതിലുള്ള എല്ലാ പാട്ടുകളും ഇവിടെ പാടിയത് എൻ്റെ മനസ്സിലുണ്ട്. ഓരോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റും. ഞാൻ പറയും ഇതല്ലേ അതല്ലേ എന്ന്. ഇന്നിപ്പോൾ എൻ്റെ ഒരു പാട്ട് പാടി. ഇത് എനിക്ക് വളരെയധികം ആത്മബന്ധമുള്ള ഒരു സോങ്. അപ്പോൾ അത് കുഞ്ഞാറ്റയുടെ രീതിയിലാണ് പാടിയത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. താങ്ക് യു സർ. താങ്ക് യു. വിദ്യാധരൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ള ഒരു സംഗീതജ്ഞൻ. അദ്ദേഹം ശരിക്കും ഇത് ആവാഹിച്ച് ആണ് ഇത് പാടിയിരിക്കുന്നത്. ടച്ചിങ് ദ സോൾ എന്ന് പറയുന്നത്. അതെ അതെ. അത് വെറും പാട്ട് പാടലല്ല. അതാണ് ഞാൻ കുഞ്ഞാറ്റയിലും കാണുന്നത്. വെറും പാട്ട് പാടലല്ല, അത് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. താങ്ക് യു സർ. അത്തരത്തിൽ അനുഭവിക്കുന്നവർ മാത്രമാണ് വലിയ വലിയ കലാകാരന്മാരായിട്ട് പറയുന്നത്. താങ്ക് യു സർ. കാലം അത്തരം ആൾക്കാരാണ് രേഖപ്പെടുത്തുന്നത്. കുഞ്ഞാറ്റ എഴുതി വെച്ചോ, ഒരു സമയത്ത് കാലം കുഞ്ഞാറ്റയെ അങ്ങനെ രേഖപ്പെടുത്തും. താങ്ക് യു സർ. താങ്ക് യു. അതിനെപ്പറ്റി ഒരു സംശയമില്ല. ഈ പാട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് ഇടങ്ങള് എനിക്ക് സ്ട്രെയിറ്റ് ടു ഹാർട്ടായിട്ട് എനിക്ക് കൊണ്ടിട്ടുണ്ട്. താങ്ക് യു സർ. അതിന്റെ കാരണം ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്തുള്ള ചില വളരെ റെയർ ആയിട്ടുള്ള ചില മൂമെന്റ്സ് ആണ്. ഒരു ഭാഗത്ത് ഇതിന്റെ ചരണം എഴുതുന്നതിന് കുറച്ച് നേരെടുത്തു. പെട്ടെന്നാണ് ഗിരീഷേടൻ പറയുന്നത്, കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളി കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാൻ അന്നും കരഞ്ഞിരുന്നു. അത് അന്ന് എൻ്റെ മനസ്സിൽ കയറിയതാ, ഇവിടെ കൊണ്ടു കയറിയതാ. അതിന്നും എനിക്ക് മറക്കാനായിട്ട് പറ്റുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഈണ ഇട്ടപ്പോഴത്തേക്കും ഉണ്ട് ഗിരീഷേട്ടൻ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കാൻ. ആ സമയത്ത് എൻ്റെ ഷർട്ട് ഗിരീഷേട്ടൻ്റെ കണ്ണുനീര് കൊണ്ട് നനഞ്ഞു. എന്ത് പറ്റി ഗിരീഷേട്ടാ? അപ്പോൾ പറഞ്ഞു, ഈ പാട്ടിൽ എൻ്റെ ജീവിതമുണ്ട് കുട്ടാ. ഗിരീഷേട്ടൻ വളർന്ന സാഹചര്യങ്ങളും ആ വീടും അച്ഛനും അമ്മയും ആ ലോകവും പ്രാവുകൾ കുറുകുന്നതും അന്നും അങ്ങനെ ഞാൻ കരഞ്ഞിരുന്നു എന്ന് പറയാം. ഗിരീഷേട്ടൻ സ്വന്തം കഥ എഴുതി വെക്കുന്ന പോലെയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പാട്ട് ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് പാടിയതിന് പ്രത്യേകിച്ച് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ കുഞ്ഞാറ്റെ, കുമ്പിളിൽ വിളമ്പിയ ആ വരികളൊക്കെ കുഞ്ഞാറ്റ പാടിയപ്പോഴത്തേക്കും അതിനൊരു ഹൃദയമുണ്ടായിരുന്നു. ചില നോട്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അത് സാരമില്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം എക്സ്പ്രഷന് മേളിൽ ഒരു നോട്ടും ഒരിക്കലും ജീവിച്ചിട്ടില്ല. പിന്നെ ടെക്നിക്കൽ ബ്രില്യൻസ് വേണ്ട പാട്ടുകൾ ആ രീതിയിലായിരിക്കണം. ഇത് എക്സ്പ്രഷൻ ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ആ എക്സ്പ്രഷൻസ് ഈ ശബ്ദത്തിലൂടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, രണ്ട് അപ്പൂപ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷനാണ്. ദാറ്റ് ഇസ് ഗ്രേറ്റ്. ഇതിനൊക്കെ അപ്പുറം, ഈ സംഗതിക്കും ബാക്കി ടെക്നിക്കൽ ഡീറ്റെയിൽസിനും ഒക്കെ അപ്പുറം എനിക്ക് ഒത്തിരി 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 അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഒരു രക്ഷയില് എത്ര ഞാൻ വിചാരിച്ച പോലെ അത് മാറ്റാൻ പറ്റില്ല. താങ്ക് യു. അതാണ് കുഞ്ഞാറ്റ ഫ്ലേവർ.
ഈ പാട്ട് കേൾക്കുമ്പോൾ ONV സാറിൻ്റെ വരികളും ഓർമ്മ വരും. പുന്നെല്ലിൻ കതിരോലത്തുമ്പത്ത് പൂത്തുമ്പി പൊന്നോയലാടുന്ന ചേലു കാണാം. പുഴവക്കിൽ പൂക്കൈത കുളിർനില ചന്ദന കുറിയിട്ടു നിൽക്കുന്ന കാഴ്ച കാണാം. എന്തിനേ 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 പോകും നാം എൻ്റെ നെഞ്ചിൽ കുറുകുന്ന പൊൻപ്രാവേ. പുന്നെല്ലിൻ കതിരോല തുമ്പത്ത് പൂത്തുമ്പി പൊന്നോയലാടുന്ന ചേലു കാണാം. ഈ പാട്ട് ഓർമ്മ വരും. കൂടുതലും അതിൻ്റെ കാരണം അതിൻ്റെ വരികളാണ്. അതിൻ്റെ അനുപല്ലവിയിൽ വരുന്ന കാണാതിരിക്കുമ്പോൾ കണ്ണു നിറയുമാ കാതര സ്നേഹത്തെ ഓർത്തിരിക്കാം പുന്നെല്ലിൻ കതിരോല എന്ന് വരും. അമ്മയെ പറ്റിയിട്ട് പറയുന്ന വാക്കുകളാണ്. എനിക്കെപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ എൻ്റെ അടുത്ത പാട്ട് എപ്പോഴും പുന്നെല്ലിൻ കതിരോല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 പാട്ടുകളാണ്. പിന്നെ കണ്ണുനട്ട് കാത്തിരുന്നിട്ടും എത്തുമ്പോഴത്തേക്ക് ഞാൻ ആ അവസാനത്തെ കടവത്ത് ഞാൻ മാത്രമായി എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എത്രയോ പ്രാവശ്യം അതിങ്ങനെ ഇട്ട് കേട്ട് 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 ഞാൻ ഇങ്ങനെ ഇരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. കുഞ്ഞാറ്റ പാടിയതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സോങ് MG സർ. 2 ചോദ്യം ചോദിക്കാനുണ്ട്. ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് വിദ്യാധരൻ മാസ്റ്ററിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, സാധാരണ പാട്ടുകൾക്കൊക്കെ അനുപല്ലവിക്കും ചരണത്തിനു മുന്നേ ഇന്റർലൂഡ് ഉണ്ടാവും. ഈ പാട്ടിന് പക്ഷേ ചരണത്തിന് മുന്നേ ഒരു ഇന്റർലൂഡ് ഇല്ല. നേരെ ആ തുണ്ടുപല്ലവിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് രണ്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോയ്സ് എടുത്തത് എന്ന് പറയാമോ? ഇതൊരു കള്ളൻ പാടുന്ന പാട്ടാണ്. കള്ളന് കിട്ടിയ ഹാർമോണിയം വെച്ചിട്ട് ആ കള്ളൻ പാടുന്ന പാട്ടാണ്. കള്ളൻ പാടുന്നത് അയാളുടെ ജീവിതമാണ്. അപ്പൊ ജീവിതം പാടുന്ന ഒരാള് അത് പാടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പൊ എപ്പോഴും എൻ്റെ കമ്പോസിങ്ങിന്റെ കൂടെ എനിക്ക് വഴികാട്ടിയായിട്ടുള്ള എനിക്ക് ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്ന് പറയുന്ന ഇളങ്കോച്ചേട്ടൻ അറിയാം. ഇളങ്കോച്ചേട്ടനുണ്ട്. അപ്പൊ ഇളങ്കോച്ചേട്ടനാണ് പറയുന്നത്, കുട്ടാ നമുക്ക് വിദ്യാധരൻ മാസ്റ്ററിന്. അപ്പൊ ഇളങ്കോച്ചേട്ടനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, വിദ്യാധരൻ മാസ്റ്റർ ഇത് പാടുവോ അറിയില്ല, ഞാൻ വിളിച്ചു നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ഉടനെ വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞു, ഞാൻ വരാം, മറ്റന്നാൾ തന്നെ വരും കുട്ടാ, വരുന്നു. അങ്ങനെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഇതെടുക്കുന്നത്. അതൊക്കെ മറക്കാൻ പറ്റാത്ത, വെറും അരമണിക്കൂർ കൊണ്ട് അദ്ദേഹം പാടി അത് ഗംഭീരാക്കി ഈ പാട്ട് എന്ന് പറയാതിരിക്കാൻ പറ്റൂല. പിന്നെ ഇന്റർലൂഡിന്റെ കാര്യം, ഇതിന്റെ ഒരു കഥാ സന്ദർഭത്തിൽ അത്തരം ഇന്റർലൂഡ്സിനുള്ള ഒരു സ്പേസ് ഇല്ല. ഈ ഹാർമോണിയം വെച്ച് പാടുന്നു, പാട്ടാണ് അതിന്റെ ഇന്റർലൂഡ്, പാട്ടാണ് അതിന്റെ മെയിൻ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാം ആ പാട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു തബലയുടെ ഒരു ചെറിയൊരു ഫ്രേസിലൂടെ നമ്മൾ ആ ഇന്റർലൂഡ് കട്ട് ചെയ്ത് പോകുന്നത്. അതെ, ആ രീതിയിലാണ്. ഒരു ഗസൽ സ്റ്റൈലും കൂടാണ്. പിന്നെ ജേട്ടൻ അവസാനത്തെ ഭാഗത്തേക്ക് ദിലീപ് ജി വരുന്ന ഒരു ഏരിയയിലേക്ക് അത് ആര് പാടും എന്ന് പറഞ്ഞപ്പോൾ അത് വിദ്യാധരൻ മാസ്റ്ററിനെ പോലെ ഭാവം എന്ന് പറയുന്നത് നമുക്ക് ഭാവഗായകന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ജേട്ടനെ അതിലേക്ക് വിളിച്ചത്. അദ്ദേഹം വളരെ സന്തോഷത്തോടു മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു ഫോർ ദി ക്വസ്റ്റ്യൻസ്. അപ്പൊ കുഞ്ഞാറ്റക്കിളി എന്ത് രസത്തിലാ പാടുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പറഞ്ഞ പോലെ കുഞ്ഞ് ശ്രുതി കാര്യങ്ങൾ അവിടെ ഇവിടെ ഒന്ന് നോക്കിയാൽ മതി. എന്ത് തോന്നുന്നു പാടുമ്പോ? അമ്മയുടെ അച്ഛന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട് പാടിയതാണ്. എന്തായാലും ആ ഇഷ്ടം പാട്ടിലുണ്ട്. ഇതിന് എപ്പോഴും പറയുന്ന പോലെ കുഞ്ഞാറ്റ പാടിക്കഴിഞ്ഞാൽ കുഞ്ഞാറ്റ ഫ്ലേവർ അതിലോട്ട് വരും. കുഞ്ഞാറ്റയുടെ കയ്യൊപ്പം അവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശ്രുതി മാത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കുഞ്ഞാറ്റക്കിളി അസലായിട്ട് പാടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിലെ ഭാവമാണ് മെയിൻ ഈ പാട്ടില്. ഞാൻ നോക്കുമ്പോ ഒരു വിദ്യാധരൻ മാഷ് ഒരു ഫീമെയിൽ വോയിസിൽ പാടിയ പോലെ എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇരിക്കണ്ടായിരുന്നു ആ സാധനമില്ലേ, ആ സാധനം. അത് വിദ്യാധരൻ മാഷ് എപ്പോഴും സ്റ്റൈൽ യൂസ് ചെയ്യുന്നൊരു സ്റ്റൈലാണ്. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് ശ്രുതി പോയി, കുറച്ച് സംഗതികളൊക്കെ ഒന്നുകൂടി പെർഫെക്റ്റ് ആവാനുണ്ടെന്ന് എനിക്ക് തോന്നി. നോട്ട്സ് ചില പെർഫെക്റ്റ് ആക്കാനുണ്ടെന്ന് തോന്നി. അല്ലാതെ വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ഇതിൽ പറയാനില്ല. അപ്പൊ മാർക്ക് തരാം. ഓക്കെ, കുഞ്ഞാറ്റക്കിളിക്ക് കിട്ടുന്ന മാർക്ക്
98.25 out of 100. അത് മാത്രല്ല ഒരു സ്പെഷ്യൽ സന്തോഷമുണ്ട്. ഇന്നത്തെ അതെന്താണ്? നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ നമ്മുടെ കുഞ്ഞാറ്റക്കിളിയാണ്. ആഹാ, okay. അപ്പൊ MJ ഞങ്ങളുടെ welcome, പാട്ടല്ലേ? MJ uncle. മെനുടി എന്തോ ആന പല്ല് വെക്കോ? നമ്മള് തേപ്പിച്ചാ തേക്കൂ. നല്ലൊരു ഉത്തരാണല്ലേ. നല്ല ഉത്തരമാണ്, നമ്മൾ തേപ്പിച്ചാ തേക്കുന്നത്. ഓക്കെ, നമ്മുടെ കുഞ്ഞാറ്റക്കിളിക്ക് വിലീവായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഇത് വെച്ച് പല്ലിക്കുക. 2 നേരം 3 നേരം പല്ല് തേക്കാം. അയ്യോ, വെട്ടിത്തിളങ്ങണം 2 നേരം മതിട്ടോ, അല്ലെങ്കിൽ ഇനാമലൊക്കെ അത് പോകും. തേഞ്ഞു തേഞ്ഞു പോകും. പോകും. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. All the best. ബൈ. ടാറ്റാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള നല്ല സർപ്രൈസുകളൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല പാട്ടുകൾ കേട്ട ഒരു ദിവസമായിരുന്നു. ഇതുപോലെ തന്നെ നല്ലൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.